മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ സംസാരിക്കുകയാണ്. അതിലേക്ക് BGF അനുവദിക്കുന്നതിൽ തികച്ചും വിവേചനപരമായ സമീപനമാണ് സ്വീകരിച്ചത്. വിദേശ വിമാന കമ്പനികൾക്ക് കണ്ണൂർ എയർപോർട്ടിൽ നിന്നും സർവീസ് നടത്താനുള്ള പോയിന്റ് ഓഫ് കോൾ ലഭ്യമാക്കണമെന്ന ആവശ്യവും പരിഗണിച്ചില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കുൾപ്പെടെ ഇക്കാര്യത്തിൽ കത്തുകളും നിവേദനങ്ങളും നൽകിയതാണ്. പ്രകൃതി ദുരന്തങ്ങളുടെ കാര്യത്തിൽ മാനുഷിക പരിഗണന പോലും നൽകാതെയുള്ള മനുഷ്യത്വരഹിതമായ സമീപനമാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ നിന്ന് കരകയറാനുള്ള ശ്രമങ്ങൾക്ക് അർഹിക്കുന്ന നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര നിയമത്തിലെ ഭേദഗതിയിലൂടെ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളാനുള്ള വകുപ്പ് റദ്ദ് ചെയ്യുക കൂടി ചെയ്തു. പ്രകൃതി ദുരന്തത്തിനിരയായ വയനാട്ടിലെ ജനതയോടുള്ള കേന്ദ്ര സമീപനത്തിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് പോലും പരാമർശങ്ങളുണ്ടായി. പശ്ചാത്തല സൗകര്യ വികസനത്തിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകി ദിശാബോധത്തോടെ മുന്നോട്ട് നീങ്ങുന്ന കേരള സർക്കാരിനെ സാമ്പത്തികമായി വിരോധിക്കുന്ന സമീപനമാണ് യൂണിയൻ സർക്കാർ കൈക്കൊള്ളുന്നത്. നികുതി വരുമാനത്തിൻ്റെ നിലവിലെ വിഹിതം പശ്ചാത്തല സൗകര്യ വികസനത്തിന് നീക്കിവെക്കുന്ന ദീർഘവീക്ഷണത്തോടെയുള്ള നയമാണ് കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ നയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം സംസ്ഥാനത്തിൻ്റെ കമ്പോള വായ്പാ പരിധി വെട്ടിക്കുറക്കുകയാണ് യൂണിയൻ സർക്കാർ. 2026-27 അവസാന പാദത്തിൽ 5944 കോടി രൂപയുടെ വെട്ടിക്കുറവാണ് സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ വരുത്തിയിട്ടുള്ളത്. ഇതിനു പുറമെയാണ് ഗ്യാരണ്ടി സിങ്കിങ് ഫണ്ടിൻ്റെ പേരിൽ 3323 കോടി രൂപ വെട്ടിക്കുറച്ചത്. സാമ്പത്തിക വർഷത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ ക്ഷേമപ്രവർത്തനങ്ങളെയും പശ്ചാത്തല വികസന സൗകര്യ ഉദ്യമങ്ങളെയും തുരങ്കം വെക്കുന്ന ഈ കേന്ദ്ര നടപടികൾ കേരളത്തോട് പുലർത്തിവരുന്ന പ്രതികാര ബുദ്ധിയുടെ തുടർച്ചയാണ് എന്നത് നിസ്തർക്കമാണ്. ഏറ്റവും ഒടുവിൽ 16-ാം ധനകാര്യ കമ്മീഷൻ റവന്യൂ കമ്മി ഗ്രാൻറ്റുകൾ നിർത്തലാക്കാൻ തീരുമാനിച്ചതും കേരളത്തിന് കനത്ത പ്രഹരമാണ്. ഗ്രാൻറ്റ് വെട്ടിക്കുറച്ചത് വഴി കേരളത്തിന് 15-ാം ധനകാര്യ കമ്മീഷൻ്റെ കാലയളവിൽ ലഭിച്ച 53,000 കോടി 16-ാം ധനകാര്യ കമ്മീഷൻ നടപടിയിലൂടെ ഇല്ലാതായി. IGST ഇനത്തിൽ ലഭിക്കാനുള്ള 965.16 കോടി രൂപ തടഞ്ഞുവെച്ചതും GST നിരക്കുകൾ കുറച്ചത് കാരണം വരുന്ന സാമ്പത്തിക നഷ്ടം നികത്താൻ നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം ചെവിക്കൊള്ളാത്തതും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്രം സ്വീകരിച്ചു വരുന്ന തെറ്റായ സമീപനത്തിൻ്റെ ഭാഗമാണ്. ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കൽ ചെലവിൻ്റെ 25% വഹിച്ചത് സംസ്ഥാന സർക്കാരാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിന് മാത്രമാണ് ഇത്തരമൊരു അധിക ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്നത്. ഈ തുക വായ്പാ പരിധിയിൽപ്പെടുത്തി സംസ്ഥാനത്തിന് കമ്പോള വായ്പ എടുക്കണമെന്ന ആവശ്യവും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ല. നിരവധി കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കാനുള്ള ഗ്രാൻറ്റുകൾ കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ചിരിക്കുകയാണ്. അനവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ടെങ്കിലും അവഗണന ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഏതാനും ചില ഉദാഹരണങ്ങളാണ് ഈ പ്രമേയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെ ചുരുക്കുകയും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് നൽകുന്നതിനുള്ള കേന്ദ്രവിഹിതം തടഞ്ഞുവെക്കുകയും ഭൗതിക പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു പരിഗണനയും കേരളത്തിന് നൽകാതിരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയിലും വിവേചനത്തിലും കേരള ജനതയ്ക്കുള്ള ശക്തമായ പ്രതിഷേധം ഈ സഭ അറിയിക്കുകയാണ്. സംസ്ഥാനത്തോടുള്ള കേന്ദ്ര സമീപനം അടിയന്തരമായി തിരുത്തുകയും കേരളത്തിൻ്റെയും ഇന്ത്യയുടെ ആകെയും വികസനത്തിന് അനിവാര്യമായ ആവശ്യങ്ങളാണ് കേരളം ഉന്നയിക്കുന്നത്. ഇത് മനസ്സിലാക്കി കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ഈ സഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. കേരള ജനതയുടെ രാഷ്ട്രീയ ഭേദങ്ങൾക്ക് അതീതമായ പൊതുവികാരമാണ് ഈ പ്രമേയത്തിലുള്ളത്. രാജ്യത്തിൻ്റെ ആകെ സമതുലിത വികസനമെന്ന സഹകരണ ഫെഡറലിസത്തിൻ്റെ ഭരണഘടനാ സത്യമാണ് ഇതിലുള്ളത്. ഇത് മനസ്സിലാക്കി കേരളത്തിന് അർഹതപ്പെട്ടതും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.